ഞാനൊരു രാഷ്ട്രീയ പ്രമുഖനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഒന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എൻ്റെ ഒരവസ്ഥ നാളെ ഒരാൾക്ക് വന്നാൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളൊക്കെ എന്നെ മറന്നു പോകും. അതല്ല നമുക്ക് വേണ്ടത്. ജനങ്ങളെ മുൻകൂട്ടി പ്രവർത്തിച്ച് അവരെ നല്ല ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല സ്വയബോധത്തോടെ ഉണർത്തിയെടുക്കുക. നമസ്കാരം. കേരളത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു-പിയിലോ ഗുജറാത്തിലോ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം അവതരിപ്പിക്കും. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു യുവാവ് 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പച്ചക്ക് ഒരു പൂച്ചയെ പിടിച്ചു നിന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പോലീസ് വന്ന് ചോദിച്ചപ്പോൾ തുറന്നു പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് ഒരു യുവാവ് കേരളത്തിൽ പറഞ്ഞത്. മലപ്പുറത്താണ് സംഭവം നടന്നത്. പോലീസ് ഉടനെ ഭക്ഷണം വാങ്ങിച്ചു നൽകിയപ്പോൾ ഈ യുവാവ് ആ ഭക്ഷണവും കഴിച്ചിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് മലപ്പുറത്ത് പൂച്ചയാണെങ്കിൽ ആലുവയിൽ ചിലപ്പോൾ പട്ടിയെ കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്ന് ഒരു യുവാവ് തുറന്നു പറയുകയാണ്. നമുക്ക് യുവാവിൻ്റെ വാക്കുകളിലേക്ക് പോവാം. പേരെന്ന് പറയൂ. നമ്പർ പേര് ശരിക്കും പേര്? അലിബാവ. എവിടെ വീട്? എവിടെ? ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ചിലെവിടെ? ഹൈറേഞ്ചിൽ മൂന്നാർ കഴിഞ്ഞിട്ട് 14-ാം മൈലിൽ. എന്തിനാണ് മനുഷ്യന്മാർ തമ്മിൽ തല്ലുപിടിക്കുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ജാതിയാണോ മനുഷ്യനാണോ മൃഗങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ലൈവിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഞാനിപ്പോൾ ആലുവയിൽ ദേശം കവലയിലുണ്ട്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സിഗ്നലില്ല. ഇവിടെ ഒരാൾ ഒരു കൊച്ചോ ഒരു വയസ്സായ ആൾക്കാരോ ഈ വെയിലാണ് കടന്നു പോകണമെങ്കിൽ ഈ വണ്ടി വന്നിടിച്ചാൽ ആര് സമാധാനം പറയും? നിങ്ങൾ പറയുമോ? നാട്ടുകാർ പറയുമോ? അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പറയുമോ? ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ ആരുണ്ടാക്കും? ഞാനൊരു രാഷ്ട്രീയ പ്രമുഖനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഒന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എൻ്റെ ഒരവസ്ഥ നാളെ ഒരാൾക്ക് വന്നാൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളൊക്കെ എന്നെ മറന്നു പോകും. അതല്ല നമുക്ക് വേണ്ടത്. ജനങ്ങളെ മുൻകൂട്ടി പ്രവർത്തിച്ച് അവരെ നല്ല ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല സ്വയബോധത്തോടെ ഉണർത്തിയെടുക്കുക. ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഇതൊക്കെ ജനങ്ങൾ തന്നെ ചെയ്യണം. ജനങ്ങളാണോ ജനപ്രതിനിധികളാണോ ചെയ്യേണ്ടത്? ജനങ്ങളുടെ നേതാക്കന്മാർ ചെയ്യണം. അവരാണ് ചെയ്യേണ്ടത്. അതിന് ജനങ്ങൾ നേതാക്കന്മാർ നല്ലതാണല്ലോ ഒന്ന് തിരഞ്ഞെടുക്കണം. ഇപ്പൊ തെരഞ്ഞെടുത്തേക്കണ നേതാക്കന്മാർ കൊള്ളൂലേ? പകുതി നല്ലതാണ്, പകുതി കൊള്ളൂല. കേരളത്തിൽ ഇപ്പൊ ഭരിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ? ഉണ്ട്. ആ പേരൊക്കെ ഒന്ന് പറയൂ. അങ്ങനെ ലേറ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതാണ് ആലുവയിൽ നിന്ന് അങ്കമാലി പോകുന്ന റൂട്ടിൽ ദേശം ജംഗ്ഷൻ എന്ന സ്ഥലം. ഇവിടെ കാലത്തോ വൈകിട്ടോ സ്കൂൾ കുട്ടികൾക്കോ മറ്റോ ഒന്ന് റോഡ് മുറിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. ഇതിനെതിരെ പ്രതികരിക്കുകയാണ് ദേശം ജംഗ്ഷനിലെ ജനങ്ങൾ.